സദൃശവാക്യ പഠനം നാം തുടരവേ ഇന്ന് അല്പസമയം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യങ്ങൾ 15-24. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. മനുഷ്യന്റെ യാത്ര രണ്ട് ദിശയിൽ ആകാം. ഒന്ന് മേലോട്ട്, മറ്റൊന്ന് കീഴോട്ട്. മേലെ സ്വർഗീയ സന്തോഷങ്ങൾ ഒളിഞ്ഞിരിക്കുമ്പോൾ കീഴെ പാതാളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. ബുദ്ധിമാൻ മേലോട്ട് യാത്ര ചെയ്യുന്നു, അവൻ കീഴെയുള്ള പാതാളത്തിൻ്റെ വഴിയെ ഒഴിഞ്ഞു പോകുന്നു. പരദേശി മോക്ഷയാത്ര എന്ന ശ്രദ്ധേയമായ കാവ്യം, അവിടെ രാജവീഥിയിലൂടെ സ്വർഗീയ നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് വിശ്വാസി. ഈ യാത്രയുടെ മധ്യേ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായി വിശ്വാസിയെ പ്രലോഭിപ്പിക്കുന്ന അനവധി സാഹചര്യങ്ങളെക്കുറിച്ച് കവി വിവരിക്കുകയാണ്. പോകുന്ന വഴിയിൽ മായാജാലകം തീർക്കുകയാണ്. മായ പ്രപഞ്ചം ഉയർത്തിക്കാട്ടി നീ പോകുന്ന ദിശയേക്കാൾ മനോഹരമാണ് ഈ പ്രദേശങ്ങളിലെ കാഴ്ചകളും യാഥാർത്ഥ്യങ്ങളും സുഖസൗകര്യങ്ങളും എന്ന് പറഞ്ഞ് അവനെ ഒരു മായിക പ്രപഞ്ചത്തിലേക്ക് മാടി വിളിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ പ്രലോഭനത്തിന് വശംവദനാവുകയാണെങ്കിൽ അവൻ നാശത്തിലേക്ക് ചെന്നു പതിക്കും എന്ന് അവൻ അറിയുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ആ മായിക പ്രപഞ്ചത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയും എന്ന തിരിച്ചറിവ് അവനുണ്ടാകുന്നു. ആ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്രയിലെ മധ്യേ പ്രലോഭനങ്ങൾ ഉണ്ടായാൽ അവൻ പാതാളത്തിലേക്ക് കൂപ്പുകുത്തും എന്നവനറിയാം. അല്പം കൂടി യാത്ര മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ദ വാലി ഓഫ് ഈസ്, സുഖസൗകര്യങ്ങളുടെ, വിശ്രമത്തിൻ്റെ, പുറമേ സ്വച്ഛന്തതയുടെ ഒരു താഴ്വാരത്തിലേക്ക് അവനെ പ്രലോഭിപ്പിക്കുകയാണ്. കുന്നുകയറി പോകുന്ന യാത്ര ദുഷ്കരമാണ്. ഇവിടെ ഈ താഴ്വാരത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ നീ ആശ്വസിക്കുക എന്ന് പറഞ്ഞ് അവനെ ക്ഷണിക്കുന്ന അനുഭവം. ബുദ്ധിമാൻ ആ പ്രലോഭനത്തെയും അതിജീവിച്ച് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ അവൻ കാണുന്നത് താൽക്കാലികമായ മോഹങ്ങളാണ്. താൽക്കാലികതയുടെ മൂടുപടങ്ങൾ ധരിച്ച് അവനെ പാതാളത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ. അതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് പരദേശി മോക്ഷയാത്രയിൽ ക്രിസ്ത്യാനി, അതിൻ്റെ പ്രധാന കഥാപാത്രം സ്വർഗവീതിയിലേക്ക്, രാജവീതിയിലൂടെ യാത്ര ചെയ്ത് എത്തുന്നത് എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ബുദ്ധിമാൻ തൻ്റെ ജീവിതയാത്ര മേലോ ലക്ഷ്യം വെച്ച് നടത്തുമ്പോൾ അവൻ അതോടൊപ്പം തന്നെ കീഴെ പാതാളത്തെ ഒഴിഞ്ഞു പോകുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഷിയോൾ എന്ന എബ്രായ പദമാണ് ഇവിടെ പാതാളത്തെ സൂചിപ്പിക്കുവാനായി മുൻവെക്കുന്നത്. ഒരുപക്ഷെ ഈ സദൃശവാക്യത്തിൻ്റെ യഥാർത്ഥ പൊരുൾ നാം ഗ്രഹിക്കണമെങ്കിൽ ഈ പാതാളത്തിൻ്റെ ചിത്രം വ്യക്തമായി നാം മനസ്സിലാക്കണം. സാധാരണ രീതിയിൽ മരണപ്പെട്ടവർ ചെന്നെത്തുന്ന ഒരിടമായി പാതാളത്തെ നാം കാണാറുണ്ട്. പാതാളത്തിൻ്റെ ഒരു പ്രത്യേകത, ഷിയോളിൻ്റെ ഒരു പ്രത്യേകത, തിരിച്ചുവരവില്ലാത്ത ഒരിടം എന്നാണ് പറയുക. തിരിച്ചുവരവില്ലാത്തൊരു വാതിൽ, മടങ്ങിവരവില്ലാത്തൊരു യാത്ര. അതാണ് പാതാളത്തിൻ്റെ യാത്രയുടെ പ്രത്യേകത. ആ സ്ഥലം ദൈവസ്തുതി ഉയരാത്ത ഒരിടമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ശിക്ഷാവിധിയിൽ അവർ ചെന്ന് എത്തുന്ന ഒരിടമായി അത് മാറുന്നു. നീതിമാനാകട്ടെ
നീതിയിൽ ഒഴിഞ്ഞു പോകുന്നൊരിടം. ക്രിസ്ത്യാനിയാകട്ടെ കൃപയിൽ ഒഴിഞ്ഞു പോകുന്ന ഒരിടം. അത് നിത്യപ്രവാസത്തിൻ്റെ ഒരിടമായും പാപത്തിൽ ഉള്ള ഒരിടമായും രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതയാത്ര മേലോട്ടാണോ കീഴാട്ടാണോ എന്ന് ഇടയ്ക്കെങ്കിലും വിലയിരുത്തുന്നത് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗപ്രദമായ ഒരനുഭവമാണ്. ബുദ്ധിമാന്റെ യാത്ര മേലോട്ടാകുന്നത് എങ്ങനെയാണ്? അത് എങ്ങനെ ഉറപ്പാക്കുവാനായിട്ട് കഴിയും? അടിസ്ഥാനപരമായി സ്വാർത്ഥ ലാഭവും താൽക്കാലിക സുഖവും ഒഴിച്ച് നിത്യമായ ആത്യന്തികമായ ലാഭം നേടുവാനുള്ള പ്രയാണമാണ് മേലോട്ടുള്ള യാത്ര. സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നമ്മെ പിന്നിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കും. പ്രലോഭനങ്ങൾ നമ്മെ പിന്നിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സ്വാർത്ഥതയുടെയും താൽക്കാലികതയുടെയും ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ബുദ്ധിമാന്റെ യാത്ര മേലോട്ടുള്ള ഒരു യാത്രയായി മാറുന്നത്. പരാജയങ്ങൾ, ദുഷ്കര അനുഭവങ്ങൾ ആ യാത്രയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ്. എന്നാൽ പ്രയാസങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ, യാത്ര ഉപേക്ഷിക്കാതെ, പരാജയങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിത പാഠങ്ങൾ ഗ്രഹിച്ച് മുമ്പോട്ട് പോവുകയാണ് ബുദ്ധിമാൻ ചെയ്യുക. മേലോട്ട് പോവുകയാണ് ബുദ്ധിമാൻ ചെയ്യുക. താഴേക്ക് പോകുവാനുള്ള മാർഗങ്ങളായി പ്രതിസന്ധിയെയും പരാജയത്തെയും കാണാതെ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് മേലോട്ട് പോകുവാനായി ശ്രമിക്കുക വഴിയാണ് ഒരാൾ ബുദ്ധിമാനായി മാറുന്നത്. അനേകർ ജീവിതയാത്രയിൽ പരാജയങ്ങളിൽ തളർന്നു പോകാറുണ്ട്. അനേകർ ജീവിതയാത്രയിൽ പ്രതിസന്ധികളിൽ ഉടഞ്ഞു പോകാറുണ്ട്. എന്നാൽ ബുദ്ധിമാൻ പരാജയങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ദൈവകൃപ അന്വേഷിക്കുന്ന അനുഭവം. മേലോട്ടുള്ള യാത്രയിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ശാക്തീകരണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്റെ ജീവിതത്തിൽ താഴ്മയും വിനയവും നിശ്ചയമായും ഉണ്ടായിരിക്കണം. ജ്ഞാനിയായ ശലോമോൻ ഗിബയോനിൽ വെച്ച് ദൈവാഭിമുഖം ഉണ്ടായപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് വരം ചോദിച്ചു കൊള്ളുവാൻ ദൈവം ശലോമോനോട് പറയുമ്പോൾ ശലോമോൻ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നത്, ഞാൻ ആരുമല്ലാത്തവനാണ്, ചെറിയവനാണ്, നിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രം സിംഹാസനത്തിൽ എത്തിയവനാണ്, ജ്ഞാനം തരണമേ എന്ന അവൻ്റെ പ്രാർത്ഥനയിൽ അടിസ്ഥാനമായി നാം കാണുന്ന ഒരു വിനയത്തിൻ്റെ കണികയുണ്ട്. അതാണ് ബുദ്ധിമാനെ മേലോട്ട് നയിക്കുന്ന ഒരനുഭവം. പ്രതിസന്ധികളെ സാവധാനതയോടെ കാണുകയും നേരിടുകയും മാത്രമല്ല, മറിച്ച് ദിശാബോധവും ലക്ഷ്യബോധവും ബുദ്ധിമാന്റെ ജീവിതത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. അവനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നോക്കിയുള്ളൊരു യാത്രയിലാണവൻ. പിമ്പിലുള്ളത് മറന്നും മുമ്പിലേ ഉള്ളത് ആഞ്ഞും കാത്തിരിക്കുന്ന കിരീടത്തിനായി ഞാൻ ലക്ഷ്യം വെച്ചോടുന്നുവെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ ബുദ്ധിമാന്റെ മുന്നിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. ആ കിരീടം ഞാൻ ഒരു നാൾ ദൈവ തിരുസന്നിധിയിൽ പ്രാപിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് ആ സ്വർഗീയ യാത്രയിൽ, മേലോട്ടുള്ള യാത്രയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനായി ജ്ഞാനമുള്ളവന് കഴിയുന്നത്. അവിടെ ബാഹ്യ നേട്ടങ്ങളല്ല, ആന്തരികമായ സ്വച്ഛന്തത, ആന്തരികമായ സമാധാനമാണ് ഒരു വ്യക്തി പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഒരു വ്യക്തി കാക്ഷിക്കുന്നതും. ബുദ്ധിമാന്റെ യാത്ര മേലോട്ടാകുന്നു. താഴേക്കുള്ള കീഴേക്കുള്ള പാതാളത്തിൻ്റെ വഴികളെ അവൻ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. വീണ്ടും എങ്ങനെയാണ് ബുദ്ധിമാന്റെ യാത്ര മേലോട്ടായി മാറുന്നത്? സ്വാർത്ഥത നമ്മെ അപരനെ കാണാതെയാക്കുന്നു.
അപരൻ്റെ കണ്ണുനീരിനെ കാണാതെയാക്കുന്നു. അവരെൻ്റെ ഹൃദയത്തിൻ്റെ ഗദ്ഗതത്തെ, ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ താളവ്യതിയാനങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നു. എന്നാൽ മേലോട്ടുള്ള യാത്ര ദൈവത്തോട് ചേർന്നുള്ളൊരു യാത്രയാണ്, നീതിയിലുള്ള യാത്രയാണ്, അത് സ്നേഹത്തിലുള്ള യാത്രയാണ്. അവരെൻ്റെ കണ്ണുനീര് കാണുകയും കണ്ണുനീരൊപ്പുകയും ചെയ്യുന്ന അവരെൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളവ്യതിയാനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് ഒരു കൈതാങ്ങലായി മാറുവാൻ കഴിയുന്ന സാന്നിധ്യമായി, സാമീപ്യമായി മാറുന്ന അനുഭവം. ബുദ്ധിമാന്റെ യാത്ര മേലോട്ടാകുന്നു. ആ യാത്രയിൽ ദൈവ പ്രതിരൂപങ്ങളായി അരികിലെത്തുന്ന, വേദനിക്കുന്നവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ്റെയും കണ്ണുനീരൊപ്പുന്ന അനുഭവം, നീതി നിഷേധിക്കപ്പെടുന്നവൻ്റെ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നീതിയുടെ ശബ്ദമായി മാറുന്ന അനുഭവം. ആ അനുഭവമാണ് ബുദ്ധിമാന്റെ യാത്ര മേലോട്ടാകുന്നു എന്ന് പറയുമ്പോൾ, സ്വാർത്ഥതയിൽ അവരനെക്കുറിച്ച് കരുതാതെ, അവരെൻ്റെ കണ്ണുനീരിനെക്കുറിച്ച് കരുതാതെ, അവരിന് പലപ്പോഴും കണ്ണുനീര് കാരണക്കാരായി മാറി താഴേക്ക്, കീഴേക്ക്, പാതാളത്തിലേക്ക് വീണുപോകുന്ന അവസ്ഥയിലേക്ക് വന്നു ചെന്നകപ്പെടാതെ സൂക്ഷിക്കുന്ന അനുഭവം. ബുദ്ധിമാൻ ഒഴിഞ്ഞു പോകുന്ന പാതാളത്തിൻ്റെ വഴിയെക്കുറിച്ച് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. എവിടെയാണ് ഈ മുമ്പിലോട്ടുള്ള യാത്ര, മേലോട്ടുള്ള യാത്ര പ്രതിസന്ധി നിറഞ്ഞതാകുന്നത്, പ്രയാസമുള്ളതാകുന്നത്? മനസ്സിൽ പകയും വിദ്വേഷവും പുകയുമ്പോഴാണ്. പകയും വിദ്വേഷവും പ്രതികാരത്തിനായി നമ്മെ പിന്നിലേക്ക് മാടി വിളിക്കുന്നു. പ്രതികാരം പാതാളത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ പകയും വിദ്വേഷവും ഉള്ളിൽ നുരയുന്നതിന് പകരം അവിടെ ക്ഷമയുടെ, കരുതലിൻ്റെ സൗരഭ്യം നിറച്ചാലോ? മേലോട്ടുള്ള യാത്ര അത് ബുദ്ധിയുള്ള യാത്രയാകും. പാതാളത്തിൻ്റെ കെണികളാണ് പകയും കോപവും വിദ്വേഷവും. അതിൽ വീണുപോകാതെ, പ്രലോഭനങ്ങളിൽ വീണുപോകാതെ, പാതാളം ക്ഷണിക്കുമ്പോൾ ആ ക്ഷണത്തിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള കുടിലതയെ തിരിച്ചറിയാതെ വീണുപോകുന്ന അനുഭവം ബുദ്ധിമാൻ ഒഴിവാക്കുന്നു എന്ന് അതുകൊണ്ട് ഞാൻ ഈ രേഖപ്പെടുത്തുകയാണ്. മേലോട്ടുള്ള യാത്രയിൽ ബുദ്ധിമാൻ ഏറ്റവും ശ്രദ്ധിക്കുന്നത് സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. പലപ്പോഴും സമയത്തിൻ്റെ പ്രാധാന്യം നാം അറിയാറില്ല. വഴിതെറ്റി യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ഒരുപക്ഷെ മടങ്ങി വരുവാൻ കഴിയാതെ വണ്ണം താമസിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്ന് നാം തിരിച്ചറിയുന്നില്ല. ഒരു മനുഷ്യൻ വിമാനത്തിലേക്ക് കയറുവാനായി ചെന്നു നിൽക്കുകയാണ്. അവിടെ ഡിപ്പാർച്ചേഴ്സ് മുകളിലേക്ക് പോകണം, അറൈവൽസ് താഴേക്ക് പോകണം. 2 വലിയ കോണിപ്പടികൾ കാണുവാനായിട്ട് കഴിയും. അവൻ ആ കോണിപ്പണികളുടെ ചാരത്തുള്ള അരികെയുള്ള എസ്കലേറ്ററിൻ്റെ അടുത്ത് വരെ ചെന്നു. മുകളിലേക്ക് പോയി വിമാനത്തിൽ കയറി പോകുന്നതിന് പകരം അവൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് താഴേക്കുള്ള എസ്കലേറ്ററിലേക്ക് കയറി. അത് താഴെ നേരെ വിമാനത്താവളത്തിൻ്റെ പുറത്ത് കൊണ്ടുചെന്നെത്തിച്ചു. വിമാനത്താവളത്തിന് പുറത്തെത്തി അവൻ തിരികെ വിമാനത്താവളത്തിൽ പ്രവേശിച്ച് ഈ വിമാനം പോകുന്ന ഇടത്ത് എത്തുന്നതിനുള്ള സമയം വളരെയായിരുന്നു. കഥാകൃത്ത് പറയുന്നത് തൻ്റെ അനുഭവത്തിൽ അവൻ ഓടി മടങ്ങിയെത്തുവാൻ ശ്രമിച്ചപ്പോഴേക്കും വിമാനം പൊയ്ക്കഴിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, സമയം ബുദ്ധിയോടെ ഉപയോഗിക്കുവാൻ, സമയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ പലപ്പോഴും ബുദ്ധിമാന് കഴിയുന്നതാണ് പാതാളത്തിൻ്റെ കെണികളിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് മേലോട്ട് ഉയരങ്ങളിലേക്ക് പോകുവാൻ അവന് കഴിയുന്നത്. മേലോട്ടുള്ള യാത്ര നാം പല ആവർത്തി സദൃശവാക്യത്തിൽ ചിന്തിച്ചതുപോലെ നന്ദിയുള്ള യാത്രയാണ്. ദൈവമേ, ശലോമോൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ആരുമല്ലാത്തവനാണ്, എങ്കിലും നീ എന്നെ സിംഹാസനത്തിന് യോഗ്യനാക്കി. നീതിയുള്ളൊരപ്പനെ എനിക്ക് തന്നു. എത്രയോ അപ്പന്മാരുടെ മക്കൾ, രാജാക്കന്മാരുടെ മക്കൾ സിംഹാസനം കാണാതിരിക്കുന്ന ലോകത്ത് സിംഹാസനം കണ്ട രാജാവിൻ്റെ മകനായി നീ എന്നെ മാറ്റി. നന്ദിയുള്ളവനായി
ജീവിച്ച ശലോമോൻ. ഇവിടെ ബുദ്ധിമാൻ തൻ്റെ ജീവിതയാത്ര മേലോട്ട് പോകുമ്പോൾ അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നന്ദിയില്ലായ്മയുടെ ഒരു ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുക കൂടെ ചെയ്യുകയാണ്. ബുദ്ധിമാൻ മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശങ്ങൾ കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും അതിൻ പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാൻ ശ്രമിക്കുന്നവനുമാണ്. ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളെയും കൃതജ്ഞതയോട് മാത്രമല്ല തൃപ്തിയോടും കൂടി സ്വീകരിക്കുവാൻ അവന് കഴിയുന്നു. പ്രശസ്തിയേക്കാൾ സ്വഭാവ സവിശേഷത പ്രധാനം എന്നവൻ എണ്ണുന്നു. ആ നിരന്തരം ഉള്ള യാത്ര ജ്ഞാനം തേടിയുള്ള ബുദ്ധിയെ വികസിപ്പിക്കുന്ന, ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന അനുഭവമായി മാറുന്നു. ജ്ഞാനി അതുകൊണ്ട് തന്നെ പാതാളം മാടി വിളിക്കുന്നൊരു ലോകത്ത്, അന്ധകാരം മാടി വിളിക്കുന്നൊരു ലോകത്ത്, തിന്മയുടെ സ്വാധീന ശക്തികൾ മാടി വിളിക്കുന്നൊരു ലോകത്ത് വീണുപോകാതിരിക്കുവാൻ തലമുറകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാണെന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന അനുഭവം. എപ്പോഴാണ് നമ്മുടെ യാത്ര കീഴോട്ടുള്ള പാതാളത്തിലേക്കുള്ള വീഴ്ചയുടെ അനുഭവത്തിലേക്ക് ചെന്നുപെടുക? നല്ല ഉപദേശങ്ങൾ ദൈവം നിരന്തരം വ്യത്യസ്ത ചാലകങ്ങളിലൂടെ നമ്മുടെ അരികിലെത്തിക്കുമ്പോൾ അതിനെ തൃണവൽക്കരിക്കുന്ന അനുഭവം വീഴ്ചയുടെ അനുഭവമാണ്. ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നതിനു പകരം അഹങ്കാരം നമ്മിൽ മൂർച്ഛിക്കുമ്പോഴോ നമ്മുടെ കാതുകൾ കേൾക്കാതെയാകുന്നു, കണ്ണുകൾ കാണേണ്ടത് കാണാതെയാകുന്നു, ജീവിതഗതി തിന്മയുടെ വഴിയെ എതിർച്ചയല്ല മറ്റു മാർഗങ്ങളില്ലാതെ ചെന്നുപെടുകയും ചെയ്യുന്നു. ദീർഘകാല നേട്ടങ്ങളെക്കാൾ താൽക്കാലിക ലാഭങ്ങളിൽ നാം ശ്രദ്ധ തിരിക്കുമ്പോൾ ജീവിതഗതി താഴേക്ക് പോകുന്നു. താൽക്കാലിക ലാഭത്തിനായി ധർമ്മത്തെ മറക്കുന്നവർ, നേരിനെ മറക്കുന്നവർ, നീതിയെ മറക്കുന്നവർ ഒരുപാട് നമ്മുടെ ചുറ്റും. താൽക്കാലിക ലാഭത്തിന് വേണ്ടി രക്തം ചിന്തുവാൻ തയ്യാറുള്ളവർ, താൽക്കാലിക ലാഭത്തിന് വേണ്ടി സമൂഹങ്ങളെ തച്ചുടയ്ക്കുവാൻ തയ്യാറുള്ളവർ, താൽക്കാലിക ലാഭത്തിന് വേണ്ടി അന്ധകാരത്തിൻ്റെ ഏത് പ്രവൃത്തിയും ചെയ്യുവാൻ തയ്യാറുള്ളവർ. അങ്ങനെയുള്ളവരുടെ ലോകത്ത് പാതാളത്തിലേക്ക് വീണുപോകുന്നവരുടെ എണ്ണം, നിത്യമായ നാശത്തിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് ബുദ്ധിമാൻ കീഴോട്ടുള്ള പാതാളത്തിലുള്ള യാത്ര ഒഴിവാക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നത്. ഒരുപാട് തീയതായ സ്വാധീനങ്ങൾ നമ്മുടെ ചുറ്റും ഉള്ളൊരു ലോകത്ത് ആത്മീയ ജീവിതവും ധാർമ്മിക ജീവിതവും മറന്ന് നാം ആയിരിക്കുമ്പോൾ, ചിന്തിക്കാതെ നാം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, കോപത്തെയും തിന്മഭാവങ്ങളെയും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നാം അനുഭവിക്കുമ്പോൾ താഴേക്കുള്ള യാത്രയിൽ അത് ചെന്നുപെടുന്നു. മേലോട്ടുള്ള യാത്ര, ബുദ്ധിമാന്റെ യാത്ര, അത് ദൈവത്തിൻ്റെ സർവമനോഹരതയും നിറഞ്ഞ പ്രതിഫലങ്ങൾ കാത്തിരിക്കുന്നുവെന്ന ഉറപ്പോടുകൂടിയുള്ള യാത്രയാണെങ്കിലും മടിയും മാറ്റിവെക്കലും മൗഢ്യം നിറഞ്ഞ അനുഭവം തന്നെയാണ്. ഇന്ന് ചെയ്യേണ്ടത് നാളേക്ക് മാറ്റിവെക്കുന്ന അനുഭവം പോലെയാണ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു ആലസ്യവും ഒരു മടിയും. ബാഹ്യമായ യാഥാർത്ഥ്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് തൻ്റെ പുറമേയുള്ള വ്യക്തിത്വത്തെ മിനുസപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അകമേ അഴുകുന്നത് കാണുവാൻ കഴിയാത്ത അവസ്ഥയും വേദനാജനകമാണ്. ചിലപ്പോഴെങ്കിലും പാതാളത്തിലേക്കുള്ള വഴിയിലേക്ക് നമ്മെ മാടി വിളിക്കുന്നത് ലഹരിയുടെ അനുഭവങ്ങളാണ്. സ്വാർത്ഥതയുടെ അനുഭവത്തെ പോലെ തന്നെ ആർത്തിയുടെ അനുഭവങ്ങളാണ്. തിരുത്തലുകൾക്ക് തയ്യാറാകാതെ ജീവിക്കുന്ന അനുഭവമാണ്. പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിമാൻ തൻ്റെ ജീവിതയാത്ര മേലോട്ട് നയിക്കുന്നുവെന്ന് പറയുമ്പോൾ, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ, പാതാളത്തിലെ ഒഴിഞ്ഞുപോക്കലിൻ്റെ പൊരുൾ നാം ഗ്രഹിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ്
ദൈവസന്നിധിയിൽ നിന്നുള്ള അകന്നുപോക്കലാണ് പാതാളത്തിൻ്റെ പര്യായം. അതുകൊണ്ട് തന്നെ ബുദ്ധിമാൻ ദൈവത്തിൽ നിന്ന് അകലുന്നതിനു പകരം ദൈവത്തോട് ചേർന്ന് അണഞ്ഞ് ജീവിക്കുമ്പോൾ അവൻ്റെ യാത്ര മേലോട്ട് ആകുന്നു. ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെടുമ്പോൾ, പശ്ചാത്താപബോധം നഷ്ടപ്പെടുമ്പോൾ, ഒരു ശൂന്യത നിറയുമ്പോൾ, എന്തിനു ജീവിക്കണമെന്ന ചിന്ത ലക്ഷ്യമില്ലായ്മയുടെ പ്രതീകമായും അടയാളങ്ങളുമായി മാറുമ്പോൾ മേലോട്ട് പ്രയാണം ചെയ്യുന്നതിന് പകരം പ്രയാണം അവസാനിപ്പിച്ച് കീഴോട്ട് കൂപ്പുകുത്തുന്ന അനുഭവത്തിൽ ഒരുപാട് പേർ ചെന്നുപെടുന്നത് നാം കാണുന്നില്ലയോ? ഈ പാതാളം വീണ്ടെടുപ്പില്ലാത്ത ആത്യന്തികയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ചെന്ന് പതിച്ചാൽ ഒരുപക്ഷെ ഒരു മടങ്ങി വരവുണ്ടാവുകയില്ല എന്നും താമസിച്ചു പോയിരിക്കും എന്നും ഓർമ്മപ്പെടുത്തുന്നത് അത്തരത്തിൽ നിത്യമായ നഷ്ടത്തെക്കുറിച്ചുള്ള വിലയിരുത്തലും നിത്യമായ നഷ്ടത്തെക്കുറിച്ചുള്ള അവഗാഹമായ പഠനവും ആ നഷ്ടത്തെ ഒഴിവാക്കി ജീവിക്കുവാൻ ബുദ്ധിമാനെ സഹായിക്കുന്നു നാം തിരിച്ചറിയണം. അവിടെ സന്തോഷമില്ല, അവിടെ സമാധാനമില്ല, എത്ര ലാഭം നേടിയാലും പ്രയോജനവുമില്ല. നമ്മുടെ ജീവിതങ്ങൾ മേലോട്ടാണോ താഴോട്ടാണോ എന്ന് ചിന്തിക്കുമ്പോൾ ആ തീരുമാനങ്ങൾ നമ്മെ മാത്രം ബാധിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമല്ല, തലമുറകളെ അത് ബാധിക്കുന്നു. എൻ്റെ അപ്പൻ്റെ യാത്ര മേലോട്ടായിരുന്നു, എൻ്റെ അമ്മയുടെ യാത്ര മേലോട്ടായിരുന്നു എന്ന് പറഞ്ഞ് തലയുയർത്തി നിൽക്കുന്നതിന് പോലെ തന്നെ എൻ്റെ അപ്പൻ ഇപ്പോൾ ഒരുപക്ഷെ, എൻ്റെ അമ്മ ഇപ്പോൾ ഒരുപക്ഷെ പാതാളത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ കർമ്മഫലം അനുഭവിക്കുകയായിരിക്കുമെന്ന് പറയുന്ന അനുഭവം മറുവശത്ത്, ലജ്ജിച്ച് തലതാഴ്ത്തുന്ന അനുഭവം മറുവശത്ത്. ന്യായാധിപനാം മടങ്ങിയെത്തുന്ന ദൈവം, നമ്മുടെ ജീവിതം ദൈവം ദാനമായി തന്ന അനുഭവത്തെ നാം എങ്ങനെ ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്താവും ഉത്തരമെന്നതും പലപ്പോഴും ഈ അനുഭവത്തെ, പാതാളത്തെ ഒഴിഞ്ഞു പോകുവാൻ പ്രേരിപ്പിക്കുന്ന അനുഭവമാണ്. ശാരീരികമായ മരണത്തിന് മുമ്പ് തന്നെ ആത്മീയമായി മരണപ്പെട്ട എത്രയോ പേർ നമ്മുടെ ചുറ്റും ജീവിക്കുമ്പോൾ ഇതാ കർത്താവായ യേശു ക്രിസ്തു, പൗലോസ് അപ്പോസ്തലൻ ആ കർത്താവിനെ കണ്ട് തൻ്റെ ലക്ഷ്യം തിന്മയിൽ നിന്ന് നന്മയിലേക്ക് തിരിച്ച അനുഭവം. സ്തെഫാനോസ് ഉന്നതങ്ങളിലേക്ക് നോക്കി ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ആളുകൾ കല്ലെറിയുമ്പോഴും ആകാശം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന കർത്താവ് തന്നെ മാടി വിളിക്കുന്നതും മേലോട്ടുള്ള യാത്രയ്ക്ക് സഹായമായി കാണുന്ന സ്തെഫാനോസ്. മീൻപിടുത്തക്കാരനായ പത്രോസ് അനുഗമിക്കുവാൻ ക്ഷണിച്ച കർത്താവായ യേശുക്രിസ്തു തിന്മയുടെ സ്വാധീനങ്ങൾക്കെതിരെ എന്നും ശക്തമായി നിലനിൽക്കേണ്ട ദേവാലയം ക്രിസ്തുവിൻ്റെ ആലയത്തിന് തറക്കല്ലിട്ടിട്ട് പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിൻ്റെ നേരെ നിൽക്കുകയില്ല, അതിനെ ജയിക്കുകയുമില്ല. പാതാളത്തെ ജയിക്കുവാനുള്ള ശക്തിയേകി കർത്താവ് നിയോഗിച്ചിരിക്കുന്ന സഭ. പമ്പും കോണിയും കളിക്കുമ്പോൾ മേലോട്ട് പോകുന്ന കോണിയും താഴേക്ക് വരുന്ന പമ്പിനെയും പോലെ നിസ്സാരമായി കാണേണ്ടതല്ല ഈ വാക്യം. കാരണം താഴേക്ക് വന്നിട്ട് തിരികെ ഏണികേറി പോകുവാനുള്ള സാഹചര്യം എപ്പോഴും നമുക്കുണ്ടാകണമെന്നില്ല. ഉയരത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് യാത്ര ചെയ്യുവാൻ നാം വിളിക്കപ്പെടുമ്പോൾ കീഴെയുള്ള നിഴലുകളും അന്ധകാരങ്ങളും നമ്മെ നിരന്തരം അവരുടെ അടിമത്വത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് നാം മറന്നു പോകാതിരിക്കുന്നതും അനിവാര്യമാണ്. സംശയങ്ങളുടെ അനുഭവത്തിലേക്കല്ല, മറിച്ച് വളരെ വ്യക്തമായി നീതിമാന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഈ സദൃശവാക്യം, നമ്മുടെ യാത്ര ലക്ഷ്യബോധമുള്ളതോ, നമ്മുടെ യാത്ര ദിശാബോധമുള്ളതോ? യേശുവാണ് മാർഗം, യേശുവാണ് ലക്ഷ്യം, യേശുവാണ് തോഴൻ, യേശുവാണ് വാതിൽ, യേശുവാണ് സഹയാത്രികൻ എന്ന ബോധ്യത്തോടുകൂടെ നാം ആരായിരുന്നാലും, നാം എവിടെയായിരുന്നാലും, നാം എന്തു ചെയ്താലും അതൊക്കെ മേലോട്ടുള്ള യാത്രയുടെ ഭാഗമായി കാണുവാനും തിരിച്ചറിയുവാനും നമുക്കാകണം. ബുദ്ധിമാന്റെ യാത്ര
നിരന്തരം അത് മേൽവീടിനെ ലക്ഷ്യം വെച്ചുള്ളതാകണം. അത് മേൽവീടിൻ്റെ സ്വഭാവത്തെ ഇഹലോക ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതാക്കണം. അത് കീഴെയുള്ള പാതാളത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളതാകണം. അത് കീഴെയുള്ള പാതാളത്തെ നിരന്തരം ഒഴിവാക്കി മുമ്പോട്ട് പോകുന്ന പ്രയാണത്തിൻ്റെ അനുഭവമാകണം. അതുതന്നെയാണ് ഈ സദൃശവാക്യത്തിൻ്റെ അവഗാഹമായ പൊരുൾ. നിത്യത നാം ദൈവത്തോട് ചേർന്ന് മേൽവീട്ടിൽ ആഘോഷിക്കണമെങ്കിൽ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവരായി ആ ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ച് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം ജീവിക്കുവാൻ അനുവദിക്കണമേ എന്ന പ്രാർത്ഥനയുമായി ജീവിപ്പാൻ നമുക്കാകണം. പാതാളത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജീവിക്കുവാനുള്ള ബുദ്ധിയും വിവേകവും വിനയവും നമുക്കുണ്ടാകണം. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. ഇതിലും അവഗാഹമായ അർത്ഥതലങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ യാത്ര ക്രിസ്തുവിൻ്റെ കൃപയിൽ അടിസ്ഥാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട സമൂഹമായി മേലോട്ട് നിരന്തരമായിരിക്കാൻ, പാതാളത്തിൻ്റെ പ്രലോഭനങ്ങളിൽ ഒരിക്കലും വീണുപോകാതെയായിരിക്കാൻ സ്വർഗീയ ദൈവമേ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അതിന് ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.